ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. ഈ ഒരു സെഷനിൽ ഈ വരാൻ പോകുന്ന ട്രേസർ എക്സാംസിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗിലെ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് സാനിറ്ററി എഞ്ചിനീയറിംഗിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം നമുക്ക്. യെസ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1. Which of the following methods of determining total hardness of water uses a solution of diethylene diamine tetraacetic acid ആണ്, അല്ലെങ്കിൽ ethylene diamine tetraacetic acid, അല്ലെങ്കിൽ നമ്മൾ അതിനെ ചുരുക്കി EDTA എന്ന് പറയാറുണ്ട് അല്ലെ. EDTA യുടെ വേറെ പേരെന്താണ്? It is also termed as Worsenate solution എന്ന് പറയാറുണ്ട്. Worsenate solution എന്നും പറയാറുണ്ട് അതിനെ. യെസ്, നമുക്കറിയാം എഥിലീൻ ഡയമൈൻ ടെട്രാസിറ്റിക് ആസിഡ് ആണ് ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് വരിക അല്ലെ. ഹാർഡ്നെസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടൈട്രേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ EDTA സൊല്യൂഷൻ ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ എറിക്രോം ബ്ലാക്ക് ടീ എന്ന് പറയുന്ന കളർ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാറുണ്ട്. ഈ കളർ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സൊല്യൂഷനിൽ റെഡ് വൈൻ കളർ അല്ലെങ്കിൽ വൈൻ റെഡ് കളറാണ് ഉണ്ടാവാറുള്ളത്. ആൻഡ് നമ്മൾ അതിനെ ടൈട്രേറ്റ് ചെയ്യും അൺടിൽ ഈ പറയുന്ന റെഡ് വൈൻ കളർ എന്തായി മാറുകയാണ്? ബ്ലൂ കളറായി മാറുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും? ടൈട്രേറ്റ് ചെയ്യും. സോ എൻഡ് പോയിന്റ് ഓഫ് ദ ടൈട്രേഷൻ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലൂ കളർ ആവുക എന്നുള്ളതാണ് ആൻസർ പറയുന്നത്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് preferred for turbidity measurement of water when turbidity of the sample is less than 5 ആണ്. ലെസ് ദാൻ 5 ആണ്. 5 എന്ന് പറയുമ്പോൾ യൂണിറ്റ് എന്തും ആവാം അല്ലെ. 5 യൂണിറ്റ് ആണ് പറയുന്നത്. നമുക്കറിയാം ടർബിഡിറ്റിയുടെ യൂണിറ്റുകൾ പലതാണ് അല്ലെ. ഏതൊക്കെയാണ് മെയിൻ യൂണിറ്റ്? NTU ആണ് നമ്മുടെ ഏറ്റവും ആദ്യ പ്രയോറിറ്റി. ഇത് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യുക, ഇല്ലെങ്കിൽ ഏതാണ്? STU ആണ് ആൻസർ വരിക. യെസ്, ദെൻ നമുക്ക് മറ്റു പല യൂണിറ്റുകൾ FTU ഉണ്ട്, അതേപോലെ JTU ഉണ്ട്. നമുക്ക് മില്ലിഗ്രാം പെർ ലിറ്റർ അവൈലബിൾ ആണ്, പാർട്സ് പെർ മില്യൺ അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ്. ക്ലിയർ അല്ലേ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈവൻ ലെസ് ദാൻ 5 യൂണിറ്റ് ടർബിഡിറ്റി ഉണ്ടാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? ബെയ്ലീസ് മെത്തേഡ്, ജാക്സൺ മെത്തേഡ്, ടർബിഡിറ്റി റോഡ് മെത്തേഡ്, ടർബിഡിറ്റി ട്യൂബ് മെത്തേഡ്. തീർച്ചയായിട്ടും ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ എ ആണ്. ബെയ്ലീസ് ആൻഡ് നെഫ്ലോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത് ഫോർ മെഷറിംഗ് ദ ടർബിഡിറ്റി ഈവൻ ലെസ് ദാൻ 1 യൂണിറ്റ്. ഈവൻ ലെസ് ദാൻ എത്രയാണ്? 1 യൂണിറ്റിന് വേണ്ടി നമ്മൾ ബെയ്ലീസ് ആൻഡ് നെഫ്ലോമീറ്റർ ആണ് ഉപയോഗിക്കുക. ബെയ്ലീസിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബെയ്ലീസിന്റെ പ്രിൻസിപ്പിൾ ആൻഡ് അതേപോലെ തന്നെ നെഫ്ലോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ബെയ്ലീസ് ഈസ് ബേസ്ഡ് ഓൺ അബ്സോർപ്ഷൻ പ്രിൻസിപ്പിൾ ആണ് അല്ലെ. യെസ്, നെഫ്ലോമീറ്റർ ഈസ് ബേസ്ഡ് ഓൺ ഏതാണ്? സ്കാറ്ററിംഗ് പ്രിൻസിപ്പിൾ ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഏതാണ്? സ്കാറ്ററിംഗ് പ്രിൻസിപ്പിൾ ആണ്. ബെയ്ലീസിൽ നമ്മൾ യെസ് കറണ്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോമീറ്റർ പ്ലേസ് ചെയ്യാറുണ്ട്. എവിടെയാണ് ഫോട്ടോമീറ്റർ പ്ലേസ് ചെയ്യാറുള്ളത്? ബിഹൈൻഡ് ദ സാമ്പിൾ ആണ്. ഇവിടെയാണെങ്കിൽ വി ആർ പ്ലേസിംഗ് ദ ഫോട്ടോമീറ്റർ അറ്റ് റൈറ്റ് ആംഗിൾ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. So ബെയ്ലീസിൽ B ഉണ്ട്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അബ്സോർപ്ഷൻ പ്രിൻസിപ്പിൾ ആണ് ആൻഡ് ദ സാമ്പിൾ ഈസ് പ്ലേസ്ഡ് ബിഹൈൻഡ് ദ സാമ്പിൾ ആണ്. സോ മൊത്തം B വെച്ചുള്ള ഒരു ഏറും കളിയുമാണ് എന്ന് നമുക്ക് ഇവിടെ ഓർക്കാൻ പറ്റാവുന്നതാണ്. ക്ലിയർ അല്ലേ? ഈവൻ ലെസ് ദാൻ എന്താണ്? 1 യൂണിറ്റ് ആണ്. ഈ പറയുന്ന ബെയ്ലീസിലും നെഫ്ലോമീറ്ററിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടർബിഡിറ്റി ഉണ്ടാക്കുന്നത് ബൈ ആഡിങ് ഫോർമാസിനാണ്. അതുകൊണ്ടാണ് നമുക്ക് നേരത്തെ എന്ത് യൂണിറ്റ് വന്നത്? FTU എന്ന് പറയുന്ന യൂണിറ്റ് വന്നത്. മറ്റുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ടർബിഡിറ്റി ഉണ്ടാക്കുന്നത് എങ്ങനെയായിരുന്നു? ബൈ ആഡിങ് സിലിക്കയാണ് എന്നുള്ള പോയിന്റും അറിഞ്ഞിരിക്കുക. സോ രണ്ട് രീതിയിൽ സ്റ്റാൻഡേർഡ് ടർബിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ബൈ ആഡിങ് സിലിക്കയാണ് and second one by adding formacin. Formacin is used in case of Baileys and ഏതാണ്? നെഫ്ലോമീറ്റർ ആണ്. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. The maximum permissible quantity of iron and manganese in water for domestic purpose should be എന്നാണ് ചോദ്യം. അയൺ ആൻഡ് മാംഗനീസിന്റെ മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ 0.1, 0.3, 0.6, 0.8 ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ്. 0.3 പാർട്സ് പെർ മില്യൺ കൂടാൻ പാടില്ല. പാർട്സ് പെർ മില്യൺ അല്ലെങ്കിൽ എന്താണ്? മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. നോക്കിയേ, അയൺ ആൻഡ് മാംഗനീസ് കോസ് ചെയ്യുന്നത് വാട്ടറിൽ എന്താ കോസ് ചെയ്യുന്നത്? കളർ ആണ് കോസ് ചെയ്യുന്നത്. അയൺ കോസസ് എ റെഡിഷ് ബ്രൗൺ കളർ ഇൻ ദ അല്ലെങ്കിൽ ഒരു റെഡിഷ് കളർ ഇൻ ദ വാട്ടർ. യെസ്, മാംഗനീസ് കോസസ് എ പർപ്പിൾ ബ്രൗൺ കളർ ഇൻ ദ വാട്ടർ ആണ്. ഓക്കെ അല്ലെ? യെസ്, അത്രയും പോയിന്റുകൾ ഇവിടെ അറിഞ്ഞിരിക്കുക. അയൺ ആൻഡ് മാംഗനീസ് കോസസ് കളർ ആണ്. അതിന്റെ മാക്സിമം ലിമിറ്റ് 0.3 പാർട്സ് പെർ മില്യണിൽ കൂടാൻ പാടില്ല. ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കിയേ. പെർമനന്റ് ഹാർഡ്നെസ് ഓഫ് ദ വാട്ടർ ക്യാൻ ബി റിമൂവ്ഡ് ബൈ. നമുക്കറിയാം വെള്ളത്തില് ഹാർഡ്നെസ് കോസ് ചെയ്യുന്ന ആരൊക്കെയാണ്? കാൽസ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും പല കോമ്പൗണ്ട്സ് ആണ്. അത് ചിലപ്പം കാർബണേറ്റുമായിട്ട് CO3 അല്ലെങ്കിൽ ബൈകാർബണേറ്റ് ആയിട്ട് കമ്പൈൻ ചെയ്യാം. ഓർ ദിസ് ക്യാൻ ബി NO3- നൈട്രേറ്റ്, ക്ലോറൈഡ് അല്ലെങ്കിൽ ഏതാവാം? സൾഫേറ്റ് ആവാം. കാൽസ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും ഈ ആളുകളാണ് ഉള്ളതെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം? യെസ്, ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഓൺ ദ അതർ ഹാൻഡ് കാൽസ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും ഈ ആളുകളാണ് ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയാറുണ്ട്?
പെർമനന്റ് ഹാർഡ്നെസ് എന്ന് പറയാറുണ്ട്. ഈ പറയുന്ന ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടി വെറുതെ വാട്ടർ എന്ത് ചെയ്താൽ മതി, ബോയിൽ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ലൈം ആഡ് ചെയ്യുക എന്ന പ്രോസസ്സ് വെച്ചുകൊണ്ട് ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ടത് പെർമനന്റ് ഹാർഡ്നെസ് ആണെങ്കിൽ അതിന് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് ഏതൊക്കെയാണ്? സിയോലൈറ്റ് പ്രോസസ് ഉണ്ട് അല്ലെ, there is a zeolite process, there is a demineralization, പിന്നെ ഏതാണുള്ളത്? യെസ്, there is a lime soda method. ഈ പറയുന്ന 3 മെത്തേഡുകൾ ഉപയോഗിക്കാം. ഈ 3 മെത്തേഡിനെ നമ്മൾ സോഫ്റ്റനിങ് പ്രോസസ് എന്നാണ് പറയാറുള്ളത്. യെസ്, സിയോലൈറ്റ് മെത്തേഡിൽ നമുക്ക് 0 ഹാർഡ്നെസ് അച്ചീവ് ചെയ്യാൻ പറ്റും അല്ലെ. നമുക്ക് 0 ഹാർഡ്നെസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിയോലൈറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഡീമിനറലൈസേഷൻ മെത്തേഡിലും നമുക്ക് 0 ഹാർഡ്നെസ് അച്ചീവ് ചെയ്യാൻ പറ്റും. എന്നിരുന്നാൽ പോലും നമ്മൾ എപ്പോഴും ആൻസർ ചെയ്യുന്ന ഏതായിരിക്കും? സിയോലൈറ്റ് മെത്തേഡ് ആണ്. കാരണം സിയോലൈറ്റ് മെത്തേഡ് ഒറ്റ സിംഗിൾ സ്റ്റെപ്പിൽ നമുക്ക് 0 ഹാർഡ്നെസ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഡീമിനറലൈസേഷനിൽ 0 ഹാർഡ്നെസ് അച്ചീവ് ചെയ്യണമെങ്കിൽ 2 സ്റ്റെപ്സിലൂടെ കടന്നു പോകണം. ക്ലിയർ അല്ലേ? സോ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ വിൽ ബി ഓപ്ഷൻ ബി ആണ് ഉണ്ടാവുക. സിയോലൈറ്റ് മെത്തേഡ് is a type of softening process used for removing ഏതാണ്? പെർമനന്റ് ഹാർഡ്നെസ് ആണ്. അടുത്ത ചോദ്യം നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 5. അഞ്ചാമത്തെ ചോദ്യം ലിമിറ്റ് ആണ് ചോദിക്കുന്നത്. യെസ്, what are the acceptable limit of turbidity and total dissolved solids in drinking water as per IS 10500 ആണ്. 2012 അതിന്റെ ഏറ്റവും അവസാനത്തെ റിവിഷൻ നടന്നിരിക്കുന്നത് നമുക്കറിയാം. ചോദിച്ചിരിക്കുന്നത് ടർബിഡിറ്റി ആണ്. ടർബിഡിറ്റിയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 1 to 5 NTU ആണ് അല്ലെ. 1 to 5 NTU ആണ്. ഇതാണ് ടർബിഡിറ്റിയുടെ ലിമിറ്റ്. അക്സെപ്റ്റബിൾ ലിമിറ്റ് ഇതാണ്. കോസ് ഫോർ റിജക്ഷൻ ലിമിറ്റ് ഇതാണ്. അതേപോലെ തന്നെ ടോട്ടൽ ഡിസോൾവ്ഡ് സോൾട്സിനെ നോക്കുകയാണെങ്കിൽ 500 ടു എത്രയാണ്? 2000 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. സോ അക്സെപ്റ്റബിൾ, വാട്ട് ആർ ദ അക്സെപ്റ്റബിൾ ലിമിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ വിൽ ബി എത്രയാണ്? ഓപ്ഷൻ ഡി ആയിരിക്കും. യെസ്, 1 NTU to 500. സോ ഓപ്ഷൻ ഡി ആണ് വരേണ്ടത്. 1 NTU to 500 മില്ലിഗ്രാം പെർ ലിറ്റർ. നോക്കിയേ, നമ്മൾ ഇത്രയും നേരം ഹാർഡ്നെസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഹാർഡ്നെസിന്റെ ആയാലും വേണ്ടിയില്ല, ആൽക്കലൈനിറ്റിന്റെ ആയാലും വേണ്ടിയില്ല, രണ്ടും ഒരേ യൂണിറ്റ് ആണ്, ഒരേ ലിമിറ്റ് ആണ്. എത്രയാണ്? 200 മില്ലിഗ്രാം പെർ ലിറ്റർ ടു എത്രയാണ്? 600 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. ഹാർഡ്നെസിന്റെയും ആൽക്കലൈനിറ്റിയുടെയും ലിമിറ്റ് ഒരേപോലെയാണ്. ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സിന്റെയും ആൻഡ് സസ്പെൻഡഡ് സോളിഡ്സിന്റെയും ലിമിറ്റ് എത്ര തന്നെയാണ്? 500 to 2000 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. ടർബിഡിറ്റിയുടെ 1 NTU to 5 NTU ആണ്. എന്താണ് NTU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, നെഫ്ലോമീറ്റർ ടർബിഡിറ്റി യൂണിറ്റ് ആണ് അല്ലെ. അതുകൊണ്ടാണ് നോക്കി IS കോഡ് NTU എന്ന് പറയുന്ന യൂണിറ്റിലാണ് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ആ കാരണത്താലാണ് നമ്മൾ എപ്പോഴും അത് പ്രിഫർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 6. ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ആസിഡിറ്റി ഇൻ ദ വാട്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഇൻഡ്യൂസസ് ആസിഡിറ്റി ഇൻ ദ വാട്ടർ. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. ഏഴാമത്തെ ചോദ്യം നോക്കിയേ. ഏഴാമത്തെ ചോദ്യം, എ വാൾവ് which allows the water to flow only in one direction and prevents it from flowing in the reverse direction is termed as drain valve, pressure release valve, air relief valve and reflux valve ആണ്. ഓപ്ഷൻ സി reflux valve ആണ്. മറ്റൊരു പേര് നോൺ റിട്ടേൺ വാൾവ് എന്ന് പറയാറുണ്ട്. or it is also termed as check valve ആണ്. ചെക്ക് വാൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it ensure or it check the flow is occurring in one direction only. Clear അല്ലേ? ആൻഡ് അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞിരിക്കുന്ന റിഫ്ലക്സ് വാൾവ്, ഈ പറഞ്ഞിരിക്കുന്ന എയർ വാൾവ് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? എയർ റിലീഫ് വാൾവ് ഉണ്ട്, എയർ ഇൻടേക്ക് വാൾവ് ഉണ്ട്. അതേപോലെ there is a pressure release valve. ഇതെല്ലാം എന്താണ്? ഈ പറയുന്ന ഓപ്ഷൻ CBD എല്ലാം ഏതാണ്? ഓട്ടോമാറ്റിക് വാൾവുകളാണ്. യെസ്, ഓട്ടോമാറ്റിക് വാൾവ് ആണ്. ഓൺ ദ അതർ ഹാൻഡ് ഈ കാണിച്ചിരിക്കുന്ന ഡ്രെയിൻ വാൾവ് എന്താണ്? അതൊരു മാനുവലി ഓപ്പറേറ്റഡ് വാൾവ് ആണ്. ക്ലിയർ അല്ലേ? യെസ്, ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 8, എ പൈപ്പ് ഇൻസ്റ്റാൾഡ് ഫോർ വെന്റിലേഷൻ പർപ്പസിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പൈപ്പിനെ വേസ്റ്റ് പൈപ്പ്, സോയിൽ പൈപ്പ്, വെന്റ് പൈപ്പ്, ആന്റി സൈഫോണേജ് പൈപ്പ്, ഇറ്റ് ഈസ് ടേംഡ് ആസ് എന്താണ്? വെന്റ് പൈപ്പ് ആണ്. എന്താണ് വേസ്റ്റ് പൈപ്പിന്റെ മറ്റൊരു പേര്? ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് സള്ളേജ് പൈപ്പ് ആണ്. സള്ളേജ് പൈപ്പ് എന്ന് പറയാറുണ്ട്. ദാറ്റ് ഈസ് എ പൈപ്പ് ക്യാരിങ് സള്ളേജ് ആണ്. സോയിൽ പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പൈപ്പ് യൂസ് ടു ക്യാരി ഏതാണ്? സോയിൽ അല്ലെ, നമ്മുടെ ഹ്യൂമൻ എക്സ്ക്രീറ്റ അല്ലെങ്കിൽ യൂറിൻസ് ഒക്കെ ക്യാരി ചെയ്യാൻ വേണ്ടി ഉള്ള പൈപ്സ് ആണ്. ആന്റി സൈഫോണേജ് പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ സീലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പൈപ്പിനെയാണ് എന്ത് പറയാ? ആന്റി സൈഫോണേജ് പൈപ്പ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 9, ഇൻ എ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ദ റിഫ്ലക്സ്, ബട്ടർഫ്ലൈ, ഗ്ലോബ് വാൾവ്, and globe valve
ആർ ടൈപ്സ് ഓഫ് ഹൈഡ്രൻസ്, വാൾവ്, മീറ്റേഴ്സ്, ഫിറ്റിംഗ്സ്. തീർച്ചയായിട്ടും ഇതെല്ലാം എന്താണ്? ദീസ് ആർ ദ ടൈപ്സ് ഓഫ് വാൾവ് ആണ് അല്ലെ. റിഫ്ലക്സ് വാൾവ് നമ്മൾ ഇപ്പൊ കണ്ടു, ബട്ടർഫ്ലൈ വാൾവും ഗ്ലോബ് വാൾവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ ടൈപ്പ് ഓഫ് ഏതാണ്? എക്സാമ്പിൾസ് ഓഫ് ഏതാണ്? ഗേറ്റ് അല്ലെങ്കിൽ സ്ലൂയിസ് അല്ലെങ്കിൽ സ്റ്റോപ്പ് വാൾവിന്റെ എക്സാമ്പിൾ ആണ് അല്ലെ. യെസ്, ഗേറ്റ്, സ്ലൂയിസ്, സ്റ്റോപ്പ് വാൾവിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ബട്ടർഫ്ലൈ അല്ലെങ്കിൽ ഗ്ലോബ് വാൽവ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഗേറ്റ് വാൽവ് ഉപയോഗിക്കുന്നത്? ദീസ് ആർ യൂസ്ഡ് ഫോർ റെഗുലേറ്റിംഗ് ദ ഫ്ലോ ആണ് ഓർ കൺട്രോളിംഗ് ദ ഫ്ലോ ആണ് ഇൻ എ പൈപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 10. Ball valve is used for another type of valve ആണ് which is used for maintaining a constant level of water. യെസ്, ഇൻ എ യൂണിറ്റ് ആണ് അല്ലെ. നമ്മുടെ ഫ്ലഷ് ടാങ്കുകളിൽ കാണുന്ന ടൈപ്പ് ഓഫ് വാൾവ് ഏതാണ്? ബോൾ വാൾവ് ആണ്. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് വാട്ടർ ടാങ്കുകളിൽ കാണുന്ന വാൾവ് ഏതാണ്? ബോൾ വാൾവ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കിയേ. സെപ്റ്റിക് ടാങ്ക് ആൻഡ് ഇംഹോഫ് ടാങ്ക് ആർ അസോസിയേറ്റഡ് വിത്ത്. സെപ്റ്റിക് ടാങ്കും ഇംഹോഫ് ടാങ്കും, സെപ്റ്റിക് ടാങ്കിന്റെ ഒരു അഡ്വാൻസ് വേർഷൻ ആണ് ഇംഹോഫ് ടാങ്ക്. സെപ്റ്റിക് ടാങ്കിൽ എന്താണ് നടക്കുന്നത്? സെഡിമെന്റേഷൻ നടക്കുന്നതും അതിന്റെ ഡൈജഷൻ നടക്കുന്നതും ഒരു സിംഗിൾ യൂണിറ്റിലാണ്. സെപ്റ്റിക് ടാങ്കിൽ സെഡിമെന്റേഷനും ഡൈജഷനും ടേക്സ് പ്ലേസ് ഇൻ എ സിംഗിൾ യൂണിറ്റ് ആണ്. ഇംഹോഫ് ടാങ്കിൽ ഈ പറയുന്ന സെഡിമെന്റേഷൻ നടക്കുന്നത് വേറെ ഒരു ടാങ്കിലാണ്. ഡൈജഷൻ ഓഫ് ദ സെറ്റിൽഡ് സോളിഡ്സ് നടക്കുന്നത് മറ്റൊരു ടാങ്കിലാണ്. രണ്ട് ഡിഫറെന്റ് യൂണിറ്റ്സിലാണ്. ഒരേ സാധനമാണ് അല്ലെ. ഇംഹോഫ് ടാങ്ക് ഈസ് ആൻ അഡ്വാൻസ് വേർഷൻ ഓഫ് സെപ്റ്റിക് ടാങ്ക് വേർ സെറ്റിലിംഗ് ആൻഡ് ഡൈജഷൻ ഓഫ് ദ സോളിഡ്സ് ടേക്സ് പ്ലേസ് ഇൻ ടു ഡിഫറെന്റ് ടാങ്ക്സ്. ദാറ്റ് ഈസ് രണ്ട് സ്റ്റോറി ആയിട്ടാണ് അല്ലെ. മുകൾ അപ്പർ സ്റ്റോറി ഉണ്ട്, അതേപോലെ തന്നെ ലോവർ സ്റ്റോറി ഉണ്ട്. ഈ പറയുന്ന രണ്ട് ടാങ്കുകളും ഏതാണ്? ഇൻക്ലൂസീവ് പ്രോസസ് ആണ്. ഫാക്കൽറ്റേറ്റീവ് പ്രോസസ്, എനേറോബിക് പ്രോസസ്, എയറോബിക് പ്രോസസ് ഏതാണ്? ഇത് രണ്ടും ഏതാണ്? എനേറോബിക് ഡൈജഷൻ നടക്കുന്ന അല്ലെ സസ്പെൻഡഡ് ഗ്രോത്ത് സിസ്റ്റം ആണ്. എനേറോബിക് ആണ്, അതേപോലെ ഏതാണ്? സസ്പെൻഡഡ് ഗ്രോത്ത് സിസ്റ്റം ആണ്. ഇംഹോഫ് ടാങ്കും സെപ്റ്റിക് ടാങ്കും റിലേറ്റഡ് ആണ്. സെപ്റ്റിക് ടാങ്കിന്റെ അഡ്വാൻസ് വേർഷൻ ആണ് ഇത് ഇംഹോഫ് ടാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്, നോക്കിയേ. വിച്ച് ഗ്യാസ് ഈസ് മെയിൻലി പ്രൊഡ്യൂസ്ഡ് ഇൻ സെപ്റ്റിക് ടാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ സൾഫൈഡ്. നമുക്കറിയാം സെപ്റ്റിക് ടാങ്കിൽ നടക്കുന്നത് എനേറോബിക് ഡീകമ്പോസിഷൻ ആണ്. എനേറോബിക് ഡീകമ്പോസിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മെയിൻ ഗ്യാസ് മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ ഏതാണ്? H2S ആണ്. സോ ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ഉണ്ടാവുന്നത് മീഥെയിൻ ആണ്, അതിനുശേഷം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, അതിനുശേഷമാണ് H2S ഉള്ളത്. ഇപ്പൊ തൽക്കാലം ഓപ്ഷൻ H2S മാത്രമേ ഉള്ളൂ. ഹെൻസ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12 ഓപ്ഷൻ ഡി. 13ാം ചോദ്യം. Yes, septic tanks work on the principle of anaerobic sludge digestion, aerobic sludge digestion, facultative sludge digestion and sedimentation ആണ്. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇറ്റ് ഈസ് എൻ എനേറോബിക് സിസ്റ്റം ആണ്. അതിന്റെ അകത്ത് സെഡിമെന്റേഷൻ ആൻഡ് ഡൈജഷൻ ടേക്സ് പ്ലേസ് ഇൻ എ സിംഗിൾ യൂണിറ്റ് ആണ്. അതേപോലെ തന്നെ ഇതെന്താണ്? സസ്പെൻഡഡ് ഗ്രോത്ത് സിസ്റ്റം ആണ്. സോ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ 1ഉം 4ഉം ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓപ്ഷൻ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ 1ഉം 4ഉം ആണ് യെസ് എനേറോബിക് ആൻഡ് സെഡിമെന്റേഷൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. A grid chamber having higher detention period. A grid chamber having higher detention period എന്നാണ് ചോദ്യം. About 3 to 4 times is called. ഗ്രിഡ് ചാമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനോർഗാനിക് സസ്പെൻഡഡ് സോളിഡ്സിനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിലെ ടാങ്ക് ആണ്. ഗ്രിഡ് ചാമ്പറിന്റെ ഡിറ്റൻഷൻ ടൈം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാറുണ്ട്, സ്ഥിരം ചോദിക്കുന്നതാണ്. ഡിറ്റൻഷൻ ടൈം ഓഫ് ഗ്രിഡ് ചാമ്പർ ഈസ് ഈക്വൽ ടു യെസ് 1 മിനിറ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 30 to 60 seconds എന്ന് കാണാം. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഇൻഓർഗാനിക് ആയിട്ടുള്ള സസ്പെൻഡഡ് സോളിഡ്സിന്റെ സെറ്റിൽമെന്റിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതേ പർപ്പസോട് കൂടി കുറച്ച് ഡിറ്റൻഷൻ ടൈം കൂടുതലായ വേറൊരു ടാങ്ക് ആണ് ഇത്. അതായത് 3 to 4 minutes ഡിറ്റൻഷൻ ടൈം ഉള്ള മറ്റൊരു ടാങ്ക് ആണ്. ഇറ്റ് ഈസ് ടേംഡ് ആസ് ഓപ്ഷൻ ബി ഡിട്രീറ്റസ് ടാങ്ക് ആണ്. ഡിട്രീറ്റസ് ടാങ്ക് അതേ പരിപാടിയാണ്, ബട്ട് അതിന്റെ ഡിറ്റൻഷൻ ടൈം ഒന്ന് എത്രയാണ്? കൂടുതലാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഇനോർഗാനിക് സസ്പെൻഡഡ് സോളിഡ്സിന്റെ സെറ്റിൽമെന്റിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ ഓർക്കുക, ഓർഗാനിക് സസ്പെൻഡഡ് സോളിഡ്സിന്റെ സെറ്റിൽമെന്റിന് വേണ്ടിയാണ് നമ്മൾ ഏത് ഉപയോഗിക്കാറുള്ളത്? പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക് ഉപയോഗിക്കാറുള്ളത്. യെസ്, നമുക്കറിയാം സ്ക്രീനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മൂവ് ചെയ്യുന്നത് ഈ പറയുന്ന ഗ്രിഡ് ചാമ്പറിലേക്കാണ്. പിന്നീട് നമ്മൾ മൂവ് ചെയ്യുന്നത് പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിലേക്കാണ്. ഈ മൊത്തം പ്രോസസ്സിനെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിൽ നമ്മൾ പ്രൈമറി ട്രീറ്റ്മെന്റ് ഓഫ് ദ വേസ്റ്റ് വാട്ടർ എന്ന് പറയാറുണ്ട്. ദാറ്റ് ഈസ് എ റിമൂവൽ ഓഫ് ഏതാണ്? സസ്പെൻഡഡ് സോളിഡ്സ് ആണ്. സ്ക്രീനിങ് എന്ത് റിമൂവ് ചെയ്യും? ഹെവി ആയിട്ടുള്ള സസ്പെൻഡഡ് സോളിഡ്സ് റിമൂവ് ചെയ്യും. ഗ്രിഡ് ചാമ്പർ ഇനോർഗാനിക് ആയിട്ടുള്ള സസ്പെൻഡഡ് സോളിഡ്സ് റിമൂവ് ചെയ്യും. പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക് ഓർഗാനിക് ആയിട്ടുള്ള സസ്പെൻഡഡ് സോളിഡ്സ് റിമൂവ് ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 15. Yes, what is the first stage of
ഫസ്റ്റ് സ്റ്റേജ് ഇൻ സീവേജ് ട്രീറ്റ്മെന്റ് പ്രോസസ് ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. സെഡിമെന്റേഷൻ, ഫിൽട്രേഷൻ, സ്ക്രീനിങ് ആൻഡ് സോഫ്റ്റനിങ് പ്രോസസ്. നോക്കിയ ഓപ്ഷൻ സി ആണ്. സ്ക്രീനിങ് ഇസ് ദ ഫസ്റ്റ് പ്രോസസ്. ഇൻ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ആയാലും വേണ്ടിയില്ല, നമ്മുടെ വാട്ടർ ട്രീറ്റ്മെന്റ് ആയാലും വേണ്ടിയില്ല, രണ്ടിലും ആദ്യത്തെ സ്റ്റെപ്പ് ഏതാണ്? സ്ക്രീനിങ് എന്ന് പറയുന്ന പ്രോസസ് ആണ്. യൂസ്ഡ് ഫോർ ദ റിമൂവൽ ഓഫ് ഹെവി സസ്പെൻഡഡ് സോളിഡ്സ് ആണ്. ക്ലിയർ അല്ലേ? നോക്കിയ ഈ ഒരു സെഷനിൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിലെ അല്ലെങ്കിൽ PHS കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, വരാൻ സാധ്യതയുള്ള. നോക്കിയേ, സൈലം ടെക്നിക്കലിന്റെ ഭാഗത്തു നിന്നും എക്സാം ജനുവരി 7 നടക്കാൻ പോകുന്ന ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2, ടൗൺ പ്ലാനിംഗ് സർവേ ഗ്രേഡ് 2 എന്ന് പറയുന്ന എക്സാം ജനുവരി 7 നടക്കുന്നത് നമുക്കറിയാം. അതിന്റെ ഓൾറെഡി ബാച്ചസ് റണ്ണിംഗ് ആണ്. നവംബർ 4 മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് ഈ പറയുന്ന കോഴ്സ് നിങ്ങളിലേക്ക് എത്തുന്നത്. വെറും 1499 രൂപയ്ക്കാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇന്ന് തന്നെ സൈലം ടെക്നിക്കൽ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നോക്കിയേ, സെഷൻ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലുള്ള മറ്റ് ക്വസ്റ്റ്യൻ സീരീസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.